എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. മുപ്പെട്ട് വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല പഞ്ചമി തിഥി നാളെ വൈകുന്നേരം വരെയുണ്ട്. ഇന്ന് വൈകുന്നേരം തൊട്ട് നാളെ വൈകുന്നേരം വരെയുണ്ട്. അപ്പോൾ വാരാഹി ദേവിക്ക് ഇന്ന് പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്ക് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ആ പൂജയും ചെയ്യാൻ പറ്റും. ലക്ഷ്മി പൂജ രാവിലെ ചെയ്യുന്നവരുണ്ട്, വൈകുന്നേരം ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തരുടെ സൗകര്യം എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. എന്തായാലും പൂജകളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. കാരണം നമ്മൾ ഈ പൂജകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെ കൊണ്ടും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു ഭഗവതിയോട്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യിപ്പിക്കണം. കാരണം നമ്മുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ഭയമാണല്ലേ. അപ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ശീലിപ്പിക്കണം. ഈ സഹസ്രനാമം വായിക്കാനൊന്നും ചിലപ്പോൾ അവരെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നാരായണനാമം ജപിക്കാൻ, നമഃശിവായ ജപിക്കാനൊക്കെ വളരെ കുറഞ്ഞ സമയം മതി. നമ്മൾ തീർച്ചയായിട്ടും 2 നേരം കുട്ടികളെ കൊണ്ട് ഈ നാമമൊക്കെ ജപിപ്പിക്കണം അവരെ കൊണ്ട്. നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്താലേ നമ്മുടെ കുട്ടികൾ നാളെ നല്ല നിലയിൽ എത്തുള്ളൂ. അവരും ഇതൊക്കെ കണ്ടും കേട്ടും വളരണം. കാരണം അവരുടെ ഭാവി എന്നുള്ളത് വളരെ, നമ്മളൊക്കെ ഏറ്റവും അധികമായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ എത്തണം എന്നാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ആ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഏറ്റവും ഉത്സാഹത്തോടു കൂടി അവരെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഈ ചെറിയ പൂജകളിൽ, നമ്മളിപ്പോൾ വെള്ളിയാഴ്ചയിലെ ഈ ലക്ഷ്മി പൂജയൊക്കെ നമ്മൾ മാത്രം ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെ കൊണ്ടും പങ്കെടുപ്പിക്കുക, എല്ലാവരെയും അതിൽ ഉൾക്കൊള്ളിക്കുക. നാമം ജപിക്കുന്ന സമയത്തെങ്കിലും അവരെ കൂട്ടി ഒന്നിച്ച് വിളിച്ചിരുത്തി നാമം ജപിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിന് ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവും. എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത്. നമ്മൾ ഓരോന്നിനും വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറുണ്ടല്ലേ. നാമം ജപിക്കാനാവട്ടെ, ഈ പൂജകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പൂജകൾ ചെയ്യാനാവട്ടെ, ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തണം. അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബത്തോടൊപ്പം പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുക. അതിൻ്റെ ഐശ്വര്യം ഒന്ന് വേറെയാണ്. ഇതൊക്കെ നമ്മൾക്ക് ഭാവിയിൽ നമുക്കിതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് തന്നെ കിട്ടുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം വലിയ കാര്യങ്ങളാണെന്നുള്ളത്. ഇന്ന് അറിഞ്ഞില്ലെങ്കിലും നാളെ നമ്മുടെ കുട്ടികൾക്കും അത് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ചയിലത്തെ പൂജയെക്കുറിച്ചാണ്. അപ്പോൾ ലക്ഷ്മി പൂജ ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നാളത്തെ പൂജയൊക്കെ ചെയ്യുക. ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ, പാൽപ്പായസമാണ് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പാൽപ്പായസം ഉണ്ടാക്കി നേദിക്കാൻ പറ്റുന്നവർക്ക് അത് ഉണ്ടാക്കി നേദിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും പഴമോ നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്ത് നൈവേദ്യമാണെങ്കിലും അത് സമർപ്പിക്കാം. ആദ്യം ഗണപതി ഭഗവാന് പ്രസാദിപ്പിക്കാൻ മറക്കരുത്. ആദ്യം എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കണം. ഗണപതി ഭഗവാനുള്ള നൈവേദ്യം വേറെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമായതുകൊണ്ട് വീണ്ടും പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഭഗവതിക്കുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ഒരുക്കുമ്പോഴാവട്ടെ, നമ്മുടെ മക്കളെയും കൂടെ കൂട്ടാം. പൂക്കൾ ശേഖരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതൊക്കെ നൈവേദ്യം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കുട്ടികളെയും കൂടെ കൂട്ടാം. അവരും ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളാണ്. കിട്ടുമെങ്കിൽ ആ പുഷ്പങ്ങൾ സംഘടിപ്പിച്ച് പുഷ്പങ്ങളെ കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. അതുപോലെ തന്നെ നാളെ തുളസി ദേവിയെ പ്രാർത്ഥിക്കാൻ, തുളസി ദേവിക്ക് പൂജ ചെയ്യാനും മറക്കരുത്. വൈകുന്നേരം നെയ്വിളക്ക് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ തുളസി ദേവിക്കൊരു നെയ്വിളക്ക് വെക്കുക. അതല്ല എങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഇതെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ഈ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ മറന്നു പോകും. അത് ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിച്ച് തരട്ടെ ഭഗവതി. നമുക്ക് ഭഗവതിയോട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകൾ മാറ്റി തന്നിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരട്ടെ ഭഗവതി എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഭഗവതിയോട് പ്രാർത്ഥിക്കാം. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.